ഒരു കൊലയാളി കുറ്റം സമ്മതിക്കുമ്പോൾ അത് നേരിട്ട് പറയില്ല, മറ്റൊരാളുടെ കഥയായിട്ടായിരിക്കും പറയുക. രമേശനും അതുതന്നെയാണോ ചെയ്യാൻ പോകുന്നത്? വിശ്വാസം നേടിയെടുത്ത മഹേന്ദ്രന് മുന്നിൽ രമേശൻ തൻ്റെ ജീവിതത്തിലെ ഇരുണ്ട അധ്യായങ്ങൾ തുറന്നു പറയാൻ തുടങ്ങുകയാണ്. അവൻ പറയാൻ പോകുന്നത് സുഹൃത്തിൻ്റെ കഥയാണോ അതോ സ്വന്തം കഥയോ? കൊലയാളി 66-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ദിവസവും പരസ്പരം കാണുകയും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും സംസാരിക്കുകയും ചെയ്തതുകൊണ്ട് 3-4 ദിവസമായപ്പോഴേക്കും രമേശനുമായി നല്ല അടുത്ത ബന്ധം സ്ഥാപിക്കാൻ മഹേന്ദ്രന് കഴിഞ്ഞു. സുരേന്ദ്രനുമായും രതീഷുമായും മദ്യപിക്കുന്നതിനുള്ള സൗഹൃദമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ രമേശനുമായി ഉണ്ടായിരുന്നത് അങ്ങനെ ആയിരുന്നില്ല. അവരുടെ സുഹൃത്തും സഹപ്രവർത്തകൻ്റെ ബന്ധുവുമായ ഒരാളുമായി ഉള്ള അടുപ്പമായിരുന്നല്ലോ. രമേശനുമായി ഉണ്ടായ അടുപ്പം പരമാവധി ഇഴയടുപ്പം കൂടുതലുള്ളതാക്കാനായിരുന്നു അവരുടെ അടുത്ത ആലോചന. അതിനായി അവർ ആലോചിച്ച പദ്ധതി മറ്റൊന്നായിരുന്നു. ഒരു വൈകുന്നേരം സംസാരവും കഴിഞ്ഞ് പിരിയുന്നതിന് തൊട്ട് മുൻപാണ് രഞ്ജിത്ത് അങ്ങോട്ട് വന്നത്. അവർ തമ്മിൽ ഒരു പരിചയവുമില്ലാത്തതുപോലെയാണ് രണ്ടുപേരുടെയും ഇടപെടൽ. മാത്രവുമല്ല, ബാറിന് വളരെ അടുത്ത സ്ഥലമായതുകൊണ്ട് ബാറിൽ നിന്നിറങ്ങിയ ഭാവഹാവാദികളോടെയാണ് രഞ്ജിത്തിൻ്റെ വരവ്. ഒരു മദ്യപനെ അകറ്റി നിർത്തുന്നതിൽ താല്പര്യമുണ്ടായിരുന്ന രമേശൻ രഞ്ജിത്തിനോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കിയില്ല. അയാൾക്ക് മദ്യപാനികളെ തീരെ ഇഷ്ടമല്ലല്ലോ. അതുതന്നെയായിരുന്നു രഞ്ജിത്തിനും വേണ്ടത്. രഞ്ജിത്ത് വന്നത് മഹേന്ദ്രനെ കാണാനല്ല, പകരം രമേശനെ കാണാനാണ് എന്ന രീതിയിലാണ് സംസാരം തുടങ്ങിയത്. പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പ്രകോപിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. അയാളുടെ ആരോ ഒരാൾക്ക് വേണ്ടി രമേശൻ്റെ ഓഫീസിൽ കയറി ചെന്നു പോലും. എന്നിട്ട് രമേശൻ അയാളോട് അപമര്യാദയായി പെരുമാറിയത് എന്തിനാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് രഞ്ജിത്തിൻ്റെ വരവ്. മദ്യപിച്ചപ്പോഴായിരിക്കും കലിപ്പ് കയറിയത്. നിയമപാലകർ ഒന്നും അവിടെ അടുത്ത പ്രദേശങ്ങളിലെങ്ങും യൂണിഫോമിൽ ഇല്ല എന്നുറപ്പുവരുത്തിയാണ് അവർ ഇങ്ങനെ ഒരു നാടകം ആസൂത്രണം ചെയ്തത്. അത്രയും ദിവസത്തെ പരിചയം കൊണ്ട് അവർക്കറിയാമായിരുന്നു ആ പ്രദേശത്ത് പോലീസുകാർ ആരും തന്നെ ഉണ്ടാവുകയില്ല എന്ന്. അതുമായി ബന്ധപ്പെട്ട് വിശ്വനാഥൻ്റെ അഭിപ്രായവും കൂടി തേടിയിരുന്നു. പക്ഷേ എന്താണ് അവിടെ നടത്താൻ പോകുന്ന നാടകം എന്നവർ ആരോടും പറഞ്ഞില്ല. രമേശന് സംഭവം എന്തെന്നുപോലും ശരിക്കും പിടികിട്ടിയില്ല. ഓഫീസിൽ എന്നും ആരെങ്കിലുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്നത് ശരി. അത് മിക്കവാറും ദിവസങ്ങളിലും ഏതെങ്കിലും കസ്റ്റമർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. അല്ലാതെ ഇവർ അങ്ങോട്ട് ആരോടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. ഇൻഷുറൻസ് കമ്പനി ആയതുകൊണ്ട് ക്ലെയിമിന് വേണ്ടി വരുന്നവരായിരിക്കാം ചിലപ്പോൾ പ്രശ്നക്കാർ. അല്ലെങ്കിൽ ക്ലെയിം പാസ്സായിട്ടും പണം കിട്ടാത്തവർ ആയിരിക്കാം. എല്ലാം ഒരു നയത്തിൽ കൈകാര്യം ചെയ്ത് പരമാവധി ക്ലെയിം കൊടുക്കാതിരിക്കുകയാണ് ആ ഇൻഷുറൻസ് കമ്പനിയുടെ സ്ഥിരം പോളിസി. എന്നാൽ പുറമേക്ക് പറയുന്നതും പ്രകാരം അങ്ങനെ ഒന്നുമല്ല. 100% ക്ലെയിം സെറ്റിൽമെൻ്റ് ഒക്കെ ഉണ്ട് എന്നാണ് പറച്ചിൽ. എല്ലാവർക്കും ഏതു സമയവും എവിടെ വെച്ചും സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്ന അത്രയും വിശാല മനസ്കരായ കമ്പനിയാണ് എന്നാണ് പറയാറ്. അത് വിശ്വസിച്ച് പോളിസിയിൽ ചേർന്നവർ പിന്നെ പ്രശ്നമുണ്ടാക്കാതിരിക്കുമോ? ഒരു വാക്ക് പറഞ്ഞാൽ അതുപോലെ ആയിരിക്കണ്ടേ പ്രവൃത്തിയും?
വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ലാതെ വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നവരെ പറ്റിയോ അവരുടെ പ്രശ്നങ്ങളെ പറ്റിയോ തൊഴിലാളികളിൽ ആരും ശ്രദ്ധിക്കാറേയില്ല. അത് ശ്രദ്ധിക്കരുതെന്നാണ് കമ്പനിയുടെ നിഷ്കർഷ. ഞാനല്ലല്ലോ നിങ്ങളുടെ കാര്യം കൈകാര്യം ചെയ്തത്, അയാളോടല്ലേ ചോദിക്കേണ്ടത്. അയാൾ ചെയ്യാത്തതിന് എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? വളരെ സൗമ്യതയോടെയാണ് രമേശൻ്റെ സംസാരം. ഇവനൊരു കൊലയാളി ആയിരിക്കുമോ? സംസാരവും പെരുമാറ്റവും കണ്ടാൽ അങ്ങനെ തോന്നില്ല. എല്ലാ പ്രതികളും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ഓരോരുത്തർക്കും ഓരോരോ പ്രത്യേകതകൾ കാണുമല്ലോ. ചിലരെ കണ്ടാൽ പച്ച പാവങ്ങളല്ലേ. ആരാണ് കൈകാര്യം ചെയ്തത് എന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. മോശമായി പെരുമാറിയവൻ ആര് തന്നെയാണെങ്കിലും അവനെ ഞാൻ വെറുതെ വിടുകയുമില്ല. ഞാൻ നിനക്ക് തരുന്നത് നീ അവന് കൊണ്ടുപോയി കൊടുത്താൽ മതി. അങ്ങനെ വരുമ്പോൾ എനിക്ക് അവനെ അന്വേഷിച്ച് പോകേണ്ട കാര്യവുമില്ലല്ലോ. എനിക്കിപ്പോൾ അറിയാവുന്നത് നിന്നെയാണ്. അതുകൊണ്ട് എനിക്ക് കിട്ടിയത് ഞാൻ നിനക്ക് തരും. അതാണ് എൻ്റെ ന്യായം. രഞ്ജിത്ത് ആടിയാടി വന്നിട്ടാണെങ്കിലും രമേശൻ്റെ ഷർട്ടിൻ്റെ കോളറിന് കുത്തിപ്പിടിച്ചു. രമേശൻ ഒരു വശം ചെരിഞ്ഞ് ഉയർന്നുപോയി. അയാൾ ആകെ വിഷമത്തിലാണെന്ന് കണ്ട നിമിഷം തന്നെ മഹേന്ദ്രൻ കയറി ഇടപെട്ടു. പിന്നെ പ്രശ്നം മഹേന്ദ്രനും രഞ്ജിത്തും തമ്മിലായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടും പിരണ്ടും തള്ളലും ഉന്തലും എല്ലാമായി കുറേ നേരം കഴിഞ്ഞു. അതിനുശേഷം പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്ന രീതിയിൽ പെരുമാറിയത് കണ്ട് രമേശൻ തന്നെ അവരെ പിന്തിരിപ്പിച്ചു. രഞ്ജിത്ത് മഹേന്ദ്രൻ്റെ മുൻപിൽ ഭയപ്പെട്ടതുപോലെയാണ് പെരുമാറിയത്. അവസാനം പിരിഞ്ഞു പോയപ്പോൾ സംസാരിച്ചതും അങ്ങനെ തന്നെ. നിനക്ക് കൂടെ നിൽക്കാൻ ആളുണ്ടായിരുന്നതുകൊണ്ട് നിന്നെ ഇപ്പോൾ ഞാൻ വിടുന്നു. ഒന്നുകിൽ നിന്നെ അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ളവനെ ഞാൻ പിടിക്കും എന്ന കാര്യം തീർച്ചയാണ്. സൂക്ഷിച്ചു നിന്നു. ഈ ഭീഷണി കേട്ടിട്ടും രമേശനൊന്നും പറഞ്ഞില്ല. അയാൾ പേടിച്ചിട്ടാണോ അതോ ഒന്നും വേണ്ടെന്ന് വെച്ചിട്ടോ? രഞ്ജിത്ത് പോയി കഴിഞ്ഞപ്പോഴേ മഹേന്ദ്രൻ പറഞ്ഞു, ഇങ്ങനെയുള്ളവരുടെ മുൻപിൽ നമ്മൾ ഒരു കാരണവശാലും വിട്ടുവീഴ്ച കാണിക്കരുത്. അവർ ഒന്നിങ്ങോട്ട് പറഞ്ഞാൽ രണ്ടെണ്ണം അങ്ങോട്ട് പറയണം. അടിക്കാൻ ഓങ്ങുന്നതിന് മുൻപ് തന്നെ അടിക്കണം. എനിക്ക് അതിനൊക്കെ മടിയാണ്. എനിക്ക് അങ്ങനെയൊന്നും ചെയ്ത് ശീലവുമില്ല. മൊത്തത്തിൽ നോക്കുമ്പോൾ ഞാനൊരു സമാധാനപ്രിയനാണ്. അതെ, സമാധാനപ്രിയനാണ്. അതറിയാവുന്നതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നിരിക്കുന്നത്. പറഞ്ഞത് മഹേന്ദ്രൻ മനസ്സിലാണെന്ന് മാത്രം. എല്ലാവരുടെയും അടുത്തുമൊന്നും സമാധാനപ്രിയം കൊള്ളില്ല. സാഹചര്യത്തിനൊത്ത് പെരുമാറാനാണ് മനുഷ്യൻ പഠിക്കേണ്ടത്. എന്നെ ദ്രോഹിച്ചവനെ ഒന്നും ഞാൻ വെറുതെ വിടില്ല, വിട്ടിട്ടുമില്ല. എൻ്റെ സ്വഭാവം അതാണ്. അവർ രണ്ടുപേരും അവിടെ നിന്നും നടന്നകന്നു. മുൻപോട്ട് പോകുമ്പോൾ മഹേന്ദ്രൻ്റെ വക വീരവാദങ്ങളായിരുന്നു. കുടുംബ വീട്ടിലെ പറമ്പിൽ നിന്നും തേങ്ങ മോഷ്ടിച്ചു കൊണ്ടുപോയവനെ പിടിച്ച് ഇടിച്ച കാര്യം പറഞ്ഞു. പിന്നെ പെങ്ങളെ ദ്രോഹിച്ചവനെ കഴുത്ത് കണ്ടിച്ച് പുഴയിൽ താത്തിയതും പിടിക്കപ്പെടാതെ രക്ഷപ്പെട്ടതുമായ കാര്യങ്ങളെല്ലാം മദ്യപിച്ച് ഫൂസിലാണെന്നുള്ള മട്ടിൽ രമേശനുമായി പങ്കുവച്ചു. ആ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞെങ്കിലും പിറ്റേ ദിവസം മുതൽ രമേശനും മഹേന്ദ്രനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായി. തലേ ദിവസത്തേതുപോലെ ആരെങ്കിലും ആക്രമിക്കാനോ ഭീഷണിപ്പെടുത്താനോ വന്നാൽ പോലും മഹേന്ദ്രൻ തൻ്റെ കൂടെയുണ്ടല്ലോ എന്നത് ഒരു ആശ്വാസമായി രമേശന് തോന്നി തുടങ്ങിയിരുന്നു.
പല ചരിത്രങ്ങളും മഹേന്ദ്രൻ ഉണ്ടാക്കി പറയുമ്പോൾ അവസാനം ഒരു ദിവസം രമേശനും പറഞ്ഞു, ഒരാളോട് പ്രതികാരം ചെയ്യുന്നത് 2 രീതിയിലാകാം എന്ന് എന്നോട് ഒരാൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ നേരിട്ട് ചെയ്യാം, അല്ലാതെയും ചെയ്യാം. അതെ, ധൈര്യമുള്ളവർക്ക് അല്ലാതെയും ചെയ്യാം. പക്ഷേ ഞാനതിൽ വിശ്വസിക്കുന്നില്ല. നേരിട്ട് ചെയ്യുന്നതിലാണ് എനിക്ക് താല്പര്യം. എങ്കിലേ ഇവനൊക്കെ പഠിക്കുകയുള്ളൂ. അവനൊക്കെ പഠിച്ചിട്ടെന്തിനാ? പരീക്ഷ എഴുതി ജയിക്കാനോ? നന്നാകും എന്ന് പ്രതീക്ഷയില്ലാത്തവനെ എങ്ങനെയെങ്കിലും തീർത്ത് കളയുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് എൻ്റെയും പ്രമാണം. രമേശൻ തൻ്റെ കഥകൾ പറയാൻ തുടങ്ങുകയാണോ? അത്രയും ഒരു അനുഭവം കൊണ്ട് രമേശൻ തൻ്റെ മനസ്സ് തുറക്കുമെന്നും ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം പറയും എന്നും പ്രതീക്ഷിക്കാൻ മാത്രം ആത്മവിശ്വാസമൊന്നും മഹേന്ദ്രന് ഇല്ലായിരുന്നു. എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് അല്പസമയം ശ്രദ്ധിച്ചുകൊണ്ട് കണ്ണടച്ചിരുന്നതിന് ശേഷം കണ്ണു തുറന്നപ്പോൾ മഹേന്ദ്രൻ്റെ ഭാവം കുറേ കൂടി ക്രൂരമായിരുന്നു. എൻ്റെ സുഹൃത്തിനെ എൻ്റെ കൺമുന്നിൽ വെച്ച് ഉപദ്രവിച്ചവനെ വെറുതെ വിടാൻ പറ്റില്ല. അവനെ തീർത്ത് കളയണം. അല്ലെങ്കിൽ ഞാനില്ലാത്തപ്പോൾ രമേശനെ അവൻ ഉപദ്രവിച്ചാലോ? ഇവൻ ഉദ്ദേശിച്ചതുപോലെ അല്ലല്ലോ. പകയുടെ അവതാരമാണ്. ചെറിയൊരു പ്രശ്നമല്ലേ? അതിന് ഇത്രയേറെ പറയാനുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർ ഇതിൽ കൂടുതൽ എന്തെല്ലാം സഹിക്കുന്നു. എന്നിട്ടും അവരാരും കൊലപാതകത്തിൻ്റെ മാർഗത്തിലേക്ക് പോകുന്നില്ലല്ലോ. അത്രയും ചെയ്ത വകയിൽ അയാളെ ദ്രോഹിക്കേണ്ട കാര്യമില്ല. ഇനി അതിൽ കൂടുതൽ എന്തെങ്കിലും മുൻവൈരാഗ്യം നിങ്ങൾ തമ്മിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയാകാം. പക്ഷേ പിടിക്കപ്പെടാതെ നോക്കണം. നമ്മുടെ നാട്ടിലെ പോലീസിനെ പോലെ അല്ല കർണാടക പോലീസ്. ഇടിച്ച് പദം വരുത്തി കളയും. ഇവിടെയുള്ളവരുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ പുറത്തിറങ്ങിയിട്ട് കാര്യമുണ്ടാവുകയില്ല. ആ പരുവത്തിൽ ആക്കി കളയും. കുറ്റം ചെയ്താൽ പിന്നെ ശിക്ഷ അനുഭവിക്കാതിരിക്കാൻ കഴിയുമോ? ഇവിടെ നിന്നും കുറ്റം ചെയ്തിട്ട് ആരും അറിയാതെ രക്ഷപ്പെടുക എന്നൊന്നും പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. രക്ഷപ്പെട്ടാലും പിടിക്കപ്പെടാതിരിക്കുമോ? ഉപദ്രവിക്കാൻ വന്നവനെ ആരും അറിയാതെ തീർത്ത് കളയാനൊന്നും കഴിയുമെന്ന് പ്രതീക്ഷിക്കാൻ വഴിയില്ല. ഇല്ലെങ്കിലും അങ്ങനെ ഒരു ചിന്താഗതി രമേശൻ്റെ ഉള്ളിൽ ഉണ്ടാക്കണം. വേറൊരു നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടുത്തുകാരനായ ഒരാളെ ഉപദ്രവിച്ചിട്ട് പിടിക്കപ്പെടാതെ പോകാൻ കഴിയുമോ? പിടിക്കപ്പെട്ടാലും സാരമില്ലെന്നേ. കുറച്ചു കൊല്ലം കഴിയുമ്പോൾ പുറത്തിറങ്ങാമല്ലോ. അന്ന് സംസാരം അത്രയും കൊണ്ട് നിർത്തിയെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിലും ഉപദ്രവിക്കാൻ വന്നവരെ ഉപദ്രവിക്കണമെന്ന രീതിയിൽ തന്നെ ആയിരുന്നു സംസാരം മുഴുവൻ. കുറേ ദിവസങ്ങളായപ്പോഴേക്കും രമേശനും തോന്നി താൻ പരിചയപ്പെട്ട പുതിയ സുഹൃത്ത് ഒരു പക്കാ ക്രിമിനലാണെന്ന്. അയാൾ ഇതിനു മുൻപ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പിടിക്കപ്പെടാതെ അയാൾക്ക് വേണമെങ്കിൽ ശത്രുവിനെ ഇല്ലായ്മ ചെയ്യാൻ മറ്റൊരു വിദ്യ പ്രയോഗിക്കാം എന്ന് രമേശൻ സൂചിപ്പിച്ചു. അങ്ങനെയെല്ലാം രൂപം മാറാൻ കഴിയുമോ? എന്തോ എൻ്റെ അറിവിൽ അങ്ങനെയൊന്നും സാധിക്കുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിലും ഞാനൊരു നേരെ വാ നേരെ പോ എന്ന മനുഷ്യനാണ്. ചെയ്യാൻ തോന്നിയാൽ അങ്ങ് ചെയ്യും. പിടിക്കപ്പെട്ടാൽ ശിക്ഷ അനുഭവിക്കും. ഇല്ലെങ്കിൽ പിടിക്കപ്പെടാത്തതുപോലെ നടക്കും. കുറ്റം ചെയ്താൽ പിറ്റേ ദിവസം ഞാൻ ഇവിടെ നിന്നും മുങ്ങും. എൻ്റെ ഒരു സുഹൃത്ത് സ്വീകരിച്ച മാർഗമാണ് ഞാൻ പറയുന്നത്. ഫലപ്രദമായി തന്നെ അയാൾക്കത് നടപ്പിലാക്കാൻ കഴിഞ്ഞു. അയാൾ എന്തുകൊണ്ട് അത് ചെയ്തു എന്നത് പറയുമ്പോഴാണ് നിങ്ങൾക്ക് കുറേ കൂടി കാര്യങ്ങൾ വ്യക്തമാവുക.
രമേശൻ മഹേന്ദ്രനോട് തൻ്റെ തന്നെ ചരിത്രം മറ്റൊരാളുടേതാണെന്ന രീതിയിൽ പറഞ്ഞു തുടങ്ങി. മഹേന്ദ്രന് സന്തോഷമായി കാണും എന്ന് പറയാനില്ലല്ലോ. എന്നാലും ഒരു ഭാവവും പുറത്ത് കാണിക്കാതെ ആകാംക്ഷയോടെ അയാൾ അത് കേട്ടിരുന്നു. പറയാൻ തുടങ്ങിയത് സുഹൃത്തിൻ്റെ കഥയായിട്ടാണെങ്കിലും അത് അവൻ്റെ സ്വന്തം ഭൂതകാലത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആരാണ് ഇതിലെ ഇര? ആരാണ് വേട്ടക്കാരൻ? പ്രതികാരം എങ്ങനെയാണ് കൊലപാതകത്തിലേക്ക് വഴിമാറിയത്? മഹേന്ദ്രൻ അപ്പോഴും അറിഞ്ഞിരുന്നില്ല തൻ്റെ മുന്നിലിരുന്ന് കഥ പറയുന്നത് ഒരു സാധാരണ മനുഷ്യനല്ലായിരുന്നു എന്ന്. നോവലിൻ്റെ 66-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഭാഗവുമായി മറ്റന്നാൾ ഇതേ സമയം നമുക്ക് കാണാം. ഓക്കേ.